സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ സബ്ജക്റ്റ് ഇസ്ലാമിലെ വസ്ത്രധാരണം. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. വസ്ത്രം അലങ്കാരത്തിനും നഗ്നത മറയ്ക്കാനുമുള്ളതാണ്. എന്ത് നല്ല കുട്ടി, നല്ല അടക്കം ഒതുക്കും. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് എന്തോ ഇത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. അതുപോലെ തന്നെ ദൈവത്തിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഓ അത് ശരി, ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. ദൈവത്തിനും സാത്താനും ഒരേ പവർ. കർത്താവേ, കളിച്ച് കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ട് കളിക്കാൻ എന്റെ ശരീരം തൊട്ട് കളിക്കരുത്. ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി ഞാൻ എന്റെ ഭാവന നിർത്തിയാൽ. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ് എന്ന് പറയും. ക്രിസ്ത്യാനികൾക്കിടയിൽ അവനൊരു പേര് ലൂസിഫർ. ഞാൻ അതളങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. എന്താണ്? എനിക്കും ജീവിക്കണ്ടോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.